നമസ്കാരം. നടനും മോട്ടിവേഷണൽ സ്പീക്കറും ലോയറുമായ ഡോക്ടർ ക്രിസ് വേണുഗോപാലും നടിയും നർത്തകിയുമായ ദിവ്യ ശ്രീധറും വിവാഹിതരായെന്ന വാർത്ത പുറത്തു വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ചർച്ചകളാണ് വഴിവെക്കുന്നത്. 3 ആഴ്ചകൾക്ക് ശേഷം ഇരുവരും വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുകയാണ്. പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ച ഒരു വിവാഹ വാർത്തയായിരുന്നു ക്രിസ് വേണുഗോപാൽ ദിവ്യ ശ്രീധർ താരങ്ങളുടേത്. അത്യാവശ്യം നെഗറ്റീവ് കമന്റുകൾ വന്നുവെങ്കിലും അതിനെയൊക്കെയും പോസിറ്റീവായി എടുക്കുകയാണ് ഇരുവരും ചെയ്യുന്നത്. ക്രിസിന്റെ വ്യത്യസ്ത ലുക്ക് തന്നെയാണ് അദ്ദേഹത്തിന് പ്രായക്കൂടുതൽ ഉണ്ടെന്ന ചർച്ചകൾക്ക് ഇടയാക്കിയത്. ഒരുപക്ഷെ അദ്ദേഹം സീരിയലിൽ ഒരു മുത്തശ്ശൻ വേഷം ചെയ്തതുകൊണ്ടാകാം ഇത്തരത്തിൽ പ്രായക്കൂടുതൽ തോന്നിക്കുന്നു എന്ന വാദങ്ങളും വരുന്നുണ്ട്. രണ്ടുപേരുടെയും പ്രായത്തെ ചൂണ്ടിക്കാട്ടിയായിരുന്നു അധിക്ഷേപങ്ങളേറെയും. ദിവ്യയ്ക്ക് 43ഉം ക്രിസിന് 49 വയസ്സാണെന്നും പരസ്പരം ഒരു തുണ വേണമെന്നതിനാലാണ് വിവാഹം കഴിച്ചതെന്നും ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇത്തരം അധിക്ഷേപങ്ങളൊന്നും തങ്ങളെ ബാധിക്കാൻ പോകുന്നില്ലെന്നും ഉറച്ച തീരുമാനത്തിലാണ് ഇരുവരും. രണ്ടുപേരുടെയും 2ാം വിവാഹമായിരുന്നു. സെറ്റിൽ വെച്ചുള്ള പരിചയമാണ് വിവാഹത്തിൽ കലാശിച്ചത്. നരബാധിച്ച് താടിയും മുടിയും കറുപ്പിക്കാതെ നിലനിർത്തുന്നതിനാൽ ക്രിസിന്റെ പ്രായം ദിവ്യയുമായുള്ള വിവാഹം കഴിഞ്ഞതു മുതൽ വലിയ രീതിയിൽ ചർച്ചയായി. ദിവ്യയുടെ ആദ്യ വിവാഹത്തിലുണ്ടായിരുന്ന മക്കൾ ഇപ്പോൾ ക്രിസിന്റെ സംരക്ഷണത്തിലാണ്. രണ്ടാനച്ഛനായല്ല, സ്വന്തം പിതാവായാണ് ദിവ്യയുടെ മക്കൾ ക്രിസിനെ കാണുന്നത്. 2ാമത് വിവാഹം കഴിച്ചതിന്റെ പേരിലാണ് ഇരുവരും വാർത്തകളിൽ നിറഞ്ഞത്. ആദ്യം അഭിനന്ദനങ്ങളായിരുന്നെങ്കിൽ പിന്നീട് വലിയ തോതിൽ വിമർശനങ്ങൾ ഇരുവർക്കും നേരിടേണ്ടതായി വന്നു. ക്രിസിന്റെ രൂപവും ഭാവവും ഒക്കെ പലരെയും ചൊടിപ്പിച്ചു. വിവാഹം കഴിഞ്ഞതിനു ശേഷം പല ൂടെയും തങ്ങളെ ജീവിതത്തെക്കുറിച്ചും മുൻകാലത്തെക്കുറിച്ചും ഒക്കെ ഇരുവരും തുറന്നു സംസാരിച്ചിരുന്നു. എന്നിട്ടും വ്യാപകമായി ആക്രമിക്കപ്പെടുകയാണെന്നാണ് താരദമ്പതിമാർ പറയുന്നത്. കുളമ്പ് രോഗം പോലെയുള്ള ഒരു രോഗമാണ് കമന്റ് രോഗം. കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കോളും. സെക്ഷൽ ഫ്രസ്ട്രേഷൻ, അസൂയ, കണ്ണുകടി അതിലേതെങ്കിലും ആവാം. അതല്ല, ഒരാൾ സമാധാനത്തോടെ ജീവിക്കുന്നത് ഇഷ്ടപ്പെടാത്തതുമാവാം. ഇവൾ വളരെ സുന്ദരിയാണ്, എന്നെപ്പോലൊരു വയസ്സനെന്നല്ല, ആർക്കും എതിര് പറയാൻ പറ്റില്ല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഞാൻ വയസ്സനല്ല, കളർ അടിച്ച് എന്റെ പ്രായം മറച്ചുവെക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കും അച്ഛനും ഒരുമിച്ചാണ് മുടി നരച്ചത്. തലമുടി കളർ അടിച്ചാൽ സുന്ദരനാവുമെന്ന് കുട്ടേട്ടൻ സിൻഡ്രോം ഒന്നും എനിക്കില്ല. ഞാൻ ഇങ്ങനെയാണ്. ഇതുപോലെ സ്വീകരിക്കാൻ കഴിയുന്നവർ മാത്രം ചെയ്താൽ മതി. എന്റെ സ്റ്റുഡൻസിനും പ്രഭാഷണത്തിന് പോകുമ്പോൾ അവർക്കുമൊക്കെ ഞാൻ സ്വീകാര്യനാണ്. എന്റെ കാര്യങ്ങൾ തുറന്നു പറയാൻ എനിക്ക് മടിയില്ല. വീട്ടുകാരുടെ മുന്നിൽ മാത്രമല്ല, നാട്ടുകാരുടെ മുന്നിലും ഞാൻ ഒറിജിനലാണ്. ഇപ്പോൾ എല്ലാവർക്കും ഫേക്ക് ആവാനാണ് ഇഷ്ടം. സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുന്നത് ദിവ്യ എല്ലാം അറിഞ്ഞ് ഞെട്ടി എന്നാണ്. ദിവ്യയ്ക്ക് ഞെട്ടാൻ സൗകര്യമില്ല, കാരണം അവൾക്ക് എല്ലാ കാര്യങ്ങളും നേരത്തെ അറിയാം. ഹൈദരാബാദിൽ നിന്നും ഷൂട്ടിംഗ് നിർത്തി ദിവ്യയ്ക്ക് സർപ്രൈസുമായി ക്രിസ് എത്തി എന്നൊക്കെ പറഞ്ഞ് വലിയൊരു വീടിന്റെ ചിത്രമൊക്കെ കാണിച്ചിരുന്നു. അത് ആരുടെ വീടാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. എന്റെ ഒരു സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് താഴ്ത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അപകീർത്തിപ്പെടുത്തലാണ്. ഞാൻ കേസ് കൊടുത്താൽ വെറുതെ തൂങ്ങേണ്ടി വരും. ഈ രോഗമുള്ള ആളുകളെ വെറുതെ എന്തിനാ കോടതി കയറ്റുന്നത് എന്നോർത്ത് ഞാൻ ഒഴിവാക്കി വിടുന്നതാണ്. ഞങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്, അതുകൊണ്ട് അസൂയപ്പെടുന്നവർ അവർക്ക് ഇഷ്ടപ്പെട്ടതുപോലെ നടക്കട്ടെ എന്നാണ് വിചാരിക്കുന്നതെന്ന് ക്രിസും ദിവ്യയും പറയുന്നു. മക്കളെ ഉപേക്ഷിച്ച് ഹണിമൂണിന് ഹരിദ്വാറിൽ പോയി എന്നൊക്കെയാണ് ഞങ്ങളെക്കുറിച്ച് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. എന്റെ ജീവിതത്തിൽ നാളെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ബാക്കിയുള്ളവരാണ് ഇപ്പോൾ പൂരിപ്പിക്കുന്നത്. അത് സത്യമാണോ എന്ന് പോലും പലർക്കും അറിയില്ല. ഞാനും ഭാര്യയും കൃഷ്ണന്റെ മുന്നിൽ വെച്ച് ചുംബിച്ചത് പാപമായി പറയുന്നവരുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിനാണ് പോയത്. കാരണം ഞാൻ ഒരു വോയിസ് ട്രെയിനറാണ്. അതിന്റെ മായി പഠിപ്പിക്കാൻ പോയതാണ്. ക്ലാസ് എടുക്കുന്നതിനിടയിൽ വൈകിട്ട് കുറച്ച് ഫ്രീ ടൈം കിട്ടും. അപ്പോൾ കുറച്ചു നേരം ഫാമിലിയുമായി സ്പെൻഡ് ചെയ്തു, അത്രമാത്രം. വീഡിയോസൊക്കെ കാണുമ്പോൾ പലരും നിങ്ങൾക്ക് ഇത് നിർത്താറായില്ലേ എന്നൊക്കെ കമന്റ് ഇടാറുണ്ട്. ഞങ്ങൾ ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, നിർത്താറായിട്ടില്ല. കൃഷ്ണൻ ഐലൂർ വേണുഗോപാൽ എന്നാണ് പേര്. ദുബായിൽ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ക്രിസ് വേണുഗോപാൽ എന്ന പേര് മാറ്റിയതെന്നും ക്രിസ് വെളിപ്പെടുത്തി.